നടക്കാനും തയ്യാറില്ല, കാഫിറാണെന്നുള്ളത് സമ്മതിക്കില്ല. അങ്ങനത്തെ ആളുകൾ ആ മനുഷ്യനെ വളഞ്ഞുകൂടി അവനെ കയ്യേറ്റം ചെയ്യുവാൻ, വേണ്ടി വന്നാൽ കൊല്ലാൻ വരെ അവർ തയ്യാറായിട്ട്. ആ പാവം അവിടെ നിന്ന് ഓടി പെരിന്തൽമണ്ണയിൽ പോയി ലോഡ്ജിൽ റൂമെടുത്ത് ഒളിച്ചു താമസിച്ചു. അന്ന് അവിടുത്തെ SI എന്റെ ഒരു പരിചയക്കാരനായിരുന്നു മൂസ. അദ്ദേഹം കുറച്ച് വിവരമുള്ളവനും വിശ്വാസമുള്ളവനുമാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥലത്ത് വന്ന് കുറെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ ഒരു വിധം ആ തീ ഊതിക്കെടുത്തി. കേട്ടോ, കൊലക്കുറ്റമാണ് ഇത്രേ ആ ചെയ്തത്. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു ബസ്സിലേക്ക് ഒരു സമർത്ഥൻ ഇങ്ങനെയുള്ള ഒരു ആട്ടിനെ പിടിച്ചു കയറ്റി. അയാൾക്ക് ആട്ടിനെയും കൊണ്ട് എവിടെ കൊണ്ടുപോയി ചില ഉദ്ദേശമുണ്ട് അതിനു വേണ്ടിയിട്ട്. ആ ബസ്സിനകത്ത് ഇരുന്നിരുന്ന വയസ്സന്മാർ വരെ പെണ്ണുങ്ങൾ വരെ എല്ലാവരും എണീച്ചു നിന്ന് യാത്ര ചെയ്തു. ഈ ആട്ടിനോടുള്ള ആദരവിനാൽ ഈ സമുദായം എവിടെ എത്തിയിരിക്കുന്നു സഹോദരങ്ങളെ? എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ബസ്സിൽ കയറിയിട്ട് ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇരട്ടി ചാർജ് കൊടുത്താലും വേണ്ടില്ല കേട്ടോ. എന്നിട്ട് ആ ബസ്സിൽ നിന്ന് ആട്ടിനെ ഇറക്കുന്നത് വരെ ഈ മനുഷ്യർ മുസ്ലിമായി ജീവിക്കുകയുമില്ല, കാഫിറാണെന്ന് സമ്മതിക്കുകയില്ല. അങ്ങനത്തെ ഒരു എണീച്ചു നിന്നു. ആട്ടിനോടുള്ള ആദരവ്. ഈ സമുദായം എത്തിയ രംഗമാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്, കേൾക്കുന്നത്. ഒരു കാലം ഞാൻ മുമ്പ് 955 ആദ്യം മക്കത്ത് വന്നത്. എന്നിട്ട് 4 കൊല്ലം ഇവിടെ താമസിച്ചു. ആ കാലഘട്ടത്തിലാണ് ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറും സൗദി രാജാവും തമ്മിൽ കുഴപ്പത്തിലായത്. പരസ്പരം ഭയങ്കരമായ ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ചീത്തകൾ ഒക്കെ അങ്ങനെ ധാരാളം കേൾക്കാമായിരുന്നു. റേഡിയോയിലും പത്രങ്ങളിൽ വായിക്കുകയും ചെയ്യാമായിരുന്നു. ആ കാലത്ത് മിസ്റിൽ നിന്ന് കഅബത്തിന്റെ കില്ല നൂറ്റാണ്ടുകളായി കൊണ്ടുവന്നിരുന്നത് മുടക്കി. അവിടുന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. ഞാനിവിടെ ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ ഗവൺമെന്റ് ഈ ആവശ്യത്തിലേക്ക് വേണ്ടി ലാഹോറിൽ കമ്മിറ്റി രൂപീകരിച്ചു. ഞാൻ പിന്നീട് ലാഹോറിൽ ഒരിക്കൽ പോകുകയുണ്ടായി. അന്നാണ് അത് ശരിക്കറിഞ്ഞത്. ആ കമ്മിറ്റി ഈ കില്ലയുടെ പണിയൊക്കെ തീർത്ത് അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഘോഷയാത്രയായി പുറപ്പെട്ടു. അങ്ങനെ തീവണ്ടിയിൽ കറാച്ചിയിൽ എത്തിച്ച് കറാച്ചിയിൽ നിന്ന് കപ്പലിൽ ജിദ്ദയിൽ കൊണ്ടുവരലാണ് പരിപാടി. ഘോഷയാത്ര പുറപ്പെട്ട് കുറച്ചങ്ങോട്ട് ചെന്നാൽ അവിടെ അലി അജ്ഹൂരി എന്നു പേരായ ഒരു ഷെയ്ഖിന്റെ ജാറമുണ്ട്. ആ ജാറത്തിങ്കൽ പോയി 7 വട്ടം തവാഫ് ചെയ്തു ഈ കില്ലയുമായിട്ട്. എന്നിട്ടാണ് അത് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇത് കണ്ടിട്ട് അവിടെയുള്ള നമ്മളുടെ ആളുകൾ, സലഫികൾ, മുജാഹിദുകൾ, അവിടെ അഹ്ലുൽ ഹദീസ് എന്നാണ് പറയാ, അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരതിനെതിരായ പത്രപ്രസ്താവനയും ലഘുലേഖയും നോട്ടീസുകളും ഇറക്കി യോഗം കൂടി വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഇത് ചെയ്തവര് അവരുടെ അനുകൂലികളും അതിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള പരിപാടികളും നടന്നു. അങ്ങനെ ലാഹോർ ആകെ ഒന്ന് കലങ്ങി മറിഞ്ഞു. വിവരം ഇവിടെ സൗദിയിലൂടെ അറിഞ്ഞപ്പോൾ ഇനി അത് വേണ്ടെന്നും പറഞ്ഞു. പാകിസ്ഥാൻ ഗവൺമെന്റിന് ഒരു വലിയ കാര്യം ഏൽപ്പിച്ചിട്ട് ആദ്യത്തേതും അവസാനത്തേതും ആ ഒന്നുകൊണ്ട് കഴിഞ്ഞു. പിന്നെ ഇവിടെ തന്നെ അതിന് ഏർപ്പാടാക്കി കേട്ടോ. കഅബത്തിന്റെ മേലെ ഇടുവാനുള്ള കില്ല, കഅബത്തിന്റെ അടുക്കലുള്ള തവാഫ് 7 എന്നുള്ളതിനോട് ഒപ്പിച്ചിട്ട് ഈ ജാറം തവാഫ് ചെയ്തിട്ടാ കൊണ്ടുവന്നത്. ഇനി ഒരു സംഗതി കൂടി നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നും. തോന്നിക്കോട്ടെ. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സയ്യിദ് അബുല്ലാല മൗദൂദി സാഹിബായിരുന്നു. എവിടെ എത്തിയിരിക്കുന്നു ഈ സമുദായം? അള്ളാഹു അല്ലാത്തവരോട്, അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള പ്രാർത്ഥനയുടെ സ്ഥിതി മനുഷ്യഹൃദയങ്ങളിൽ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു സഹോദരങ്ങളെ. എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അതിന് വല്ല ചൂരും മണമുണ്ടോ ഈ സമുദായത്തിൽ? ഉടച്ച തമ്പുരാനെ, എന്താ ഇനി നമ്മൾ വേണ്ടത്? ഇരിക്കട്ടെ.
ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ ഞാൻ ചുരുക്കം അതുമായിട്ടുള്ള പൊരുത്തക്കേട് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി അഷ്ഹദു എന്നതിന്റെ ആശയവും പറയേണ്ടതുണ്ട്. അഷ്ഹദു, ഞാൻ സാക്ഷിയാകുന്നു എന്നതിന്റെ മേന. അള്ളാഹു ആണ് ഇലാഹ്, അതായത് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ, വേറെ ആരുമില്ല എന്ന സത്യത്തിന് ഞാൻ സാക്ഷിയാകുന്നു. ഇതാണ് അഷ്ഹദുവിന്റെ മേന. എന്നാൽ ആ സംഗതി എത്രത്തോളമാണ് ഇവിടെയുള്ളത്? ഈ മനുഷ്യർ ഇത് എത്ര ശക്തിയായിട്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി എത്രയാണ് മെനക്കെട്ടിരിക്കുന്നത് അവരുടെ ആലിമീങ്ങൾ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അങ്ങും നിങ്ങോളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം അതാണ്. എന്നിട്ട് ഈ മനുഷ്യർ പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവരാണ്. അവിടുത്തെ ഔലിയ, ഇവിടുത്തെ ഔലിയ, മുനമ്പത്തെ ബീവി എന്നാണ് ജാതി തന്നെ ഇതുവരെ ആർക്കും അറിഞ്ഞൂടാ. ഹിന്ദു, ക്രിസ്ത്യൻ, മറ്റേത് മറിച്ചൊക്കെ ഉണ്ടല്ലോ, ഏതിൽപ്പെട്ടതാണ് ഈ പെണ്ണെന്ന് ആർക്കും അറിഞ്ഞൂടാ. എന്നിട്ട് അവിടെയും പോയി പ്രാർത്ഥിക്കുന്നു. നാണക്കേട് പടച്ച തമ്പുരാന്. എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു? ആ ജാറത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലേ? പരിഹസിക്കലല്ലേ അത്? അവിടെ മൊയ്ലിയമാർ എന്ന് വയല് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനേക്കാണ് വലിയ മുസീബത്ത് ഇനി എന്താ നമുക്ക് സംഭവിക്കാനുള്ളത്? മുസ്ലിം സമുദായത്തിന് സംഭവിച്ച സർവ്വ മുസീബത്തുകളുടെയും അടിസ്ഥാനം ഇതാണ്. ഏറ്റവും പ്രധാനമായ വിഷയം ഇതാണ്. എന്താണ് ഈ ആളുകൾ ഇപ്പൊ ബാബരി മസ്ജിദ് ഇങ്ങനൊക്കെ ആക്കിയല്ലോ, എന്നിട്ട് എന്തേപ്പുണ്ടായത്? ഒന്നുമില്ല. അജ്മീർ ദർഗ ഒന്ന് പൊളിക്കാൻ ഒരുങ്ങി നോക്കട്ടെ, അപ്പൊ കാണാം ആളുകൾ അതിനുവേണ്ടി മരിക്കണത്. അജ്മീർ ദർഗ കേട്ടോ. കാശ്മീരിലുണ്ടല്ലോ എന്തോ ഒരു മുടി അവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒന്ന് അതെങ്ങാനും പൊളിക്കാൻ ഒന്ന് ഒരുങ്ങി നോക്കട്ടെ, അന്ന് കാണാം ഈ മുസ്ലിം എന്ന് പറയുന്നവന്റെ സ്വഭാവം. അപ്പോൾ സംഗതി വളരെ ഭയങ്കരമാണ്, വളരെ ദയനീയമാണ്. ഇതിലപ്പുറഞ്ഞൊന്നും വരാനില്ല. അള്ളാഹുവാണ് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ, വേറെ ആരുമില്ല എന്ന സത്യത്തിൽ ഞാൻ സാക്ഷിയാകുന്നു എന്നാണ് ഈ പറയുന്നത്. അഷ്ഹദുവിന്റെ മേനാദ. അഥവാ കൂട്ടരെ, നിങ്ങളുടെ അഷ്ഹദുവിന്റെ മേന ഞാൻ നിഷേധിക്കുന്നു എന്നാണോ? എന്താണ് എന്തെങ്കിലും നമ്മൾ വേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാം ഷഹാദത്ത് കലിമയുടെ സ്ഥിതി നോക്കിയാൽ ഈ സമുദായം ബഹുഭൂരിപക്ഷവും അതിനെ എതിർക്കുന്നു. യാതൊരു നിവൃത്തിയില്ല. ഇത് ഇങ്ങനെ മനസ്സിൽ ബോധ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഇടകേറായത് എന്താ റബ്ബേ ഞാൻ ഇനി വേണ്ട, ഞാനിതെങ്ങനെ പറയാതിരിക്കും എന്ന് കേട്ടോ. വളരെ പരിഭ്രമത്തിലാണ് ഞാൻ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് തന്നെ ഞാൻ പറയുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. തറാവീഹ് 20 റക്അത്ത് 8 റക്അത്ത് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നിങ്ങൾ 200 റക്അത്ത് നിസ്കരിച്ചോ, നിങ്ങൾക്ക് അള്ളാഹു നല്ല കൂലി തരട്ടെ. പക്ഷേ ഇതെന്താണ് വിഷയം? ഇനി എന്താ പോടുന്ന് ബാക്കിയുള്ളത്? പ്രാർത്ഥന ഇബാദത്താണ് എന്ന് പറഞ്ഞത് അതിലും ഇവർക്ക് തർക്കമുണ്ടോ സംശയമുണ്ട്. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കാം, അല്ലാത്തവരോട് പറ്റൂല എന്നാണ് ഒരിക്കൽ തെളിഞ്ഞു വന്നത്. അത് ഞാൻ അവിടെ കേൾപ്പിച്ചു. ഇനി പ്രാർത്ഥന ഇബാദത്താണ് എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നുണ്ടോ? അതും ഒരു സംശയം തന്നെയാണ്. എന്തെങ്കിലും നമ്മളൊരു കുടുക്കിൽപ്പെട്ടു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിച്ചവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒന്നാണല്ലോ ആ പറച്ചിൽ. അതിപ്പോ ഒരു ഇബാദത്ത് എന്ന് പറയാൻ അങ്ങനെ എന്താ ഒന്നുള്ളൂ.